ജമ്മൂക്കായും ജംഗിസ് ഖാനുമായുള്ള ബന്ധം വഷളായി അത് കൊടിയ പകയായി മാറി വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതും പിന്നീട് ജമ്മൂക്കായ്ക്ക് മേലുള്ള ജയം ലോകത്തിനു മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ജംഗിസ് ഖാന്റെ ആദ്യത്തെ ചുവടായി മാറുന്നതും പിന്നീട് ലോകം മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കുവാൻ തൻ്റെ ശക്തമായ സൈന്യവുമായി ജംഗിസ് ഖാൻ നടത്തിയ തേർവാഴ്ചകളും അരുംകൊലകളും ബലാത്സംഗങ്ങളും ആ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ നിസ്സഹായനായി തളർന്ന് അവശനായി കുതിരപ്പുറത്തു നിന്നും വീണ് ചരമം പ്രാപിക്കുന്നത് വരെ നീളുന്ന ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷം ഒരു കുതിര തനിയെ പാഞ്ഞ് തെമൂജിൻ്റെ താവളത്തിലേക്ക് വന്നു നിൽക്കുന്നു. ആ കുതിരയുടെ ശരീരത്തിൽ ഒരു പടയാളിയുടെ മൃതശരീരവും ഉണ്ടായിരുന്നു. അത് തെമൂജിൻ്റെ പ്രിയപ്പെട്ട ഒരു ഭടനായിരുന്നു. അയാൾ ജമ്മൂക്കയുടെ കുതിരകളെ മോഷ്ടിച്ചു എന്ന് ആരോപണം ഉന്നയിച്ച് തല്ലിക്കൊന്ന് ബ്ലഡ് ബ്രദറിന് വേണ്ടി സമ്മാനിച്ചതാണ് ആ ജഡം. തൻ്റെ ബാല്യകാല സുഹൃത്ത് നൽകിയ ആ സമ്മാനം കണ്ട് അതികഠിനമായ ദുഃഖം തോന്നിയെങ്കിലും തെമൂജിൻ തൽക്കാലം പ്രതികരിക്കാനൊന്നും പോയില്ല. പക്ഷെ അവിടെയും ഒന്നും അവസാനിച്ചില്ല. കുറെ നാളുകൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ജമ്മൂക്കയുടെ സൈന്യം തെമൂജിൻ്റെ ഗോത്രത്തിലേക്ക് ഇരച്ചു കയറി അപ്രതീക്ഷിതമായ ഒരു ആക്രമണം അഴിച്ചുവിടുന്നു. തെരുവുതോറും പുരുഷന്മാരെയെല്ലാം കൊന്നൊടുക്കി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. തെമൂജിൻ്റെ ഒട്ടനവധി സൈനികരെ ജമ്മൂക്ക വധിച്ചു. പരാജയഭീതിയാൽ തെമൂജിനും കൂടെ ഉണ്ടായിരുന്ന കുറേ പേരും ചേർന്ന് കുതിരപ്പുറത്ത് കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഒട്ടനവധി സൈനികരെ തടവിലാക്കി ജമ്മൂക്ക തൻ്റെ താവളത്തിലേക്ക് കൊണ്ടുപോയി. വലിയ കുട്ടകത്തിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ ജീവനോടെ വലിച്ചെറിഞ്ഞ് തെമൂജിൻ്റെ ഒരുപാട് സൈനികരെ അന്ന് വധിക്കുകയുണ്ടായി. ഒളിവിൽ കഴിഞ്ഞിരുന്ന തെമൂജിൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഈ ക്രൂരകൃത്യങ്ങളുടെ കഥകളൊക്കെയും അറിഞ്ഞു. ആർത്തിരമ്പി വന്ന കോപവും വ്യസനവും പ്രതികാരദാഹവും ഒക്കെ അടക്കി വളരെ ശാന്തനായി തെമൂജിൻ ഒരു പ്രതിജ്ഞയെടുത്തു. ഒരു കുഞ്ഞും പുൽനാമ്പ് പോലും ബാക്കി വയ്ക്കാതെ ജമ്മൂക്കയുടെ പരമ്പര താൻ അവസാനിപ്പിക്കും.